എൻ്റെ പേര് റഫീന റഫീഖ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി മിക്സ്ഡ് സീ ഫുഡ് ബിരിയാണിയാണ്. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതിനായി വെളിച്ചെണ്ണ, അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നു. ഇത് പൊട്ടി വന്നാൽ ഇതിലേക്ക് കറിവേപ്പില നുറുക്കിയത്, ശേഷം കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായി വറുക്കുക. രമ്പ ഇലയാണിത്, ഇത് ചേർക്കുകയാണ്. ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കുകയാണ്. 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഞണ്ട്, കൂന്തൽ, ചെമ്മീൻ, കല്ലുമ്മക്കായ. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കുക. നന്നായി വറുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് സീ ഫുഡിൻ്റെ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർക്കുക. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ 1 സ്പൂണ്, നെയ്യ് ചേർക്കുക. നേരിയതായി അരിഞ്ഞ് വെച്ച് ഉള്ളി ചേർക്കുക. സവാള നന്നായി മുരിച്ചെടുക്കണം. ഉള്ളി കോരി മാറ്റുക. ഈ എണ്ണയിൽ തന്നെ ബിരിയാണിക്ക് ആവശ്യമായ കാഷ്യൂസ് ചേർക്കുക. റൈസിൻസ് ചേർക്കുക. കോരി മാറ്റുക. ഇദ്ദേഹം നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി എല്ലാവരും ചിരി ഉണ്ടെങ്കിലും എടുത്തു പറയുന്ന ചില ചിരികളുണ്ടല്ലോ. എഗെയിൻ ക്രാബ് കാണുന്നു, കൊഞ്ച് കാണുന്നു, കല്ലുമ്മക്കായ ഉണ്ട്, സീ ഫുഡ്. അപ്പോൾ മിക്സ്ഡ്. അത് കോഴിക്കോടൻ തലശ്ശേരി. യു ആർ ഫ്രം തലശ്ശേരി അല്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ കൂടെ അങ്ങനെ വന്ന ഫ്രണ്ട്സിനോടൊപ്പം കുട്ടികൾ വന്നോ? ഇല്ല, ഒരു മോനാണ് 3.5 വയസ്സുള്ള. ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ട്. അവർ നാട്ടിൽ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. എവിടെയാണ് നിങ്ങൾ? ഞാൻ തലശ്ശേരിയിൽ. ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിലാണ്? അതെ, മസ്കറ്റിലാണ്. നിങ്ങൾ മസ്കറ്റിലാണോ? അല്ല, ഞാൻ നാട്ടിലാണ്. ഹസ്ബൻഡ് മസ്കറ്റിലാണ്. വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അവർ നാട്ടിൽ വന്നോണ്ട് എനിക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റിയത്. ഇത് ഒരു മോനേ ഉള്ളോ? ആ, ഒരു മോനേ ഉള്ളൂ. സ്ഥിരം പങ്കെടുക്കാറുണ്ടോ? സ്ഥിരം പങ്കെടുക്കാറുണ്ട്. അവിടെ കുറച്ച് ദൂരെയൊന്നും അങ്ങനെ പോയിട്ടില്ല തോന്നുന്നു. എറണാകുളം വരെ പോവാ. തൃശ്ശൂർ വന്നിരുന്നു. ഓ, നെക്സ്റ്റ് ഞാൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റോയിൽ വന്നിരുന്നു. കറക്റ്റ്. അന്ന് എന്തായിരുന്നു ഉണ്ടാക്കിയത്? ബിരിയാണി ആയിരുന്നു അല്ലേ? ഓക്കെ, യെസ്, നെക്സ്റ്റ്. കൊള്ളാം, സന്തോഷം. അപ്പോൾ ഹാപ്പിയാണല്ലോ, എല്ലാം കംഫർട്ടബിൾ ആണ് അല്ലേ? ഓക്കെ. മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി ചേർക്കാം. ഉള്ളി നന്നായി വഴന്ന് വരണം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എടുത്തു വച്ചിരിക്കുന്ന സീ ഫുഡ് ചേർക്കുക. ഇതിൽ ഞണ്ട്, കൂന്തൽ, ചെമ്മീൻ, കല്ലുമ്മക്കായ എന്നിവയാണുള്ളത്. ചോറ് റെഡി ആയിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കാം. കിസ്മിസ് അണ്ടിപ്പരിപ്പും ചേർക്കുക. അടച്ചു വെക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ,
ചെമ്മീൻ, ഞണ്ട്, അങ്ങനെ മിക്സഡ് സീ ഫുഡ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. വാവ്, അതൊക്കെ എന്തത്? നൈസ് പ്രസന്റേഷൻ, നല്ല പാത്രങ്ങൾ, അടിപൊളി. സ്റ്റൈലായിരിക്കുന്നത് കാണാൻ നല്ല അട്രാക്റ്റീവ്. റെഡി, തപ്പിട്ടിരിക്കുവാണല്ലേ? ഓക്കെ, ഫൈൻ. ഇനി അങ്ങോട്ട് വിളമ്പിയാൽ മതി. സെറ്റിങ്ങിൻ്റെ ബാക്കിയെല്ലാം ആയി. സന്തോഷം, ഭയങ്കര ചിരി, ഹാപ്പിയാണല്ലേ? റെഡിയായി വന്നു, നന്നായിട്ട് വിചാരിച്ച പോലെ. ടെൻഷനുണ്ട്. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? എന്തിട്ട്? വൈ? എൻ്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ മിക്സഡ് സീ ഫുഡ് ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം.